നമസ്കാരം സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഒരു IR റിസീവർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു IR റിമോട്ട് ഉപയോഗിച്ച് റിസീവർ വഴി ഇങ്ങനെ ഡാറ്റ റീഡ് ചെയ്യാം. എന്നിട്ട് ഇപ്പം ഒരു ചെറിയ റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ LED ഒക്കെ ഓണും ഓഫും ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ബസർ ഓൺ ഓഫ് ആക്കാം എന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് IR റിസീവർ ഏതാണെന്ന് നോക്കുന്നു. നമ്മൾ കണക്ഷൻ പിന്നോട്ടാണ്. അപ്പോൾ TSOP IR സെൻസർ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ സെൻസർ. അപ്പോൾ ഈ ഇമേജ് കാണുന്നതാണ് സെൻസർ. ഇതിൻ്റെ പിന്നൗട്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ പിന്നൗട്ട്സിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 3 പിന്നുകളാണുള്ളത്. നമ്മുടെ പല മോഡൽ അവൈലബിൾ ആണ്. ചില ഗ്രിഡ് ഉള്ള മോഡലുണ്ട്. എല്ലാത്തിനും പിന്നൗട്ട്സ് ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇമേജ് എടുക്കാം. അപ്പോൾ ഇതിൽ പിന്നൗട്ട്സ് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒറിജിനൽ ഒരു പീസ് ഉണ്ട്, അത് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള IR സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവാണ്, ഇത് ഗ്രൗണ്ടാണ്, ഈ പറയുന്നത് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഇതാണ്. ഓക്കെ, നമ്മൾ തിരിച്ചു വെച്ചു. അപ്പോൾ പോസിറ്റീവ് ഇതാണ്. നമുക്കിതിനി ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസ് കൃത്യമായിട്ട് കൊടുക്കാം. ഞാൻ ബ്രെഡ് ബോർഡിൽ വെച്ചു. എന്നിട്ട് ഞാനൊരു വയർ എടുത്തു. പോസിറ്റീവ് ഞാൻ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. നെഗറ്റീവ് സെൻറ്ററിലെ പിന്നാണ്. ഓക്കെ, നെഗറ്റീവ് ഞാൻ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ, ഗ്രൗണ്ട് അല്ല, ഇനിയുള്ളത് സിഗ്നൽ ഞാൻ A0യിലേക്ക് കണക്ട് ചെയ്തു. Arduinoയുടെ A0യിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ പോസിറ്റീവ് ഞാൻ പ്ലസിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് കണക്ഷൻ. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്താലായി. അപ്പോൾ നമ്മൾ നോർമലി ഒരു LED റീഡ് ചെയ്യുന്ന പോലെ ഒന്നും ഇത് റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് കാരണം IR ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇവിടെ റിമോട്ടും ഉണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോഡാണ്. അപ്പോൾ കോഡിന് നമ്മൾ എടുത്തിരിക്കുന്ന Arduino IDE ആണ്. ഇത് Arduinoയുടെ ലേറ്റസ്റ്റ് IDE ആണ്, Arduino 2.0, Arduino IDE 2.0.0. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഉടനെ ഇടാം. ഇത് സാധാരണ നമ്മളെ നോർമൽ IDE പോലെ തന്നെയാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ഡെവലപ്പർ മോഡ് ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് സപ്പോർട്ടീവ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ അതല്ലല്ലോ നമ്മുടെ ഇത് കോഡ് ചെയ്യുന്നതിനെ പറ്റിയല്ലേ നോക്കുന്നത്. അപ്പോൾ നോർമലി നമ്മളുടെ Arduinoയിൽ നമുക്കൊരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെച്ചിൽ പോയിട്ട് ഇൻക്ലൂഡ് ലൈബ്രറിയിൽ പോയിട്ട് മാനേജ് ലൈബ്രറി, ഇങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് കാണുന്ന രീതിയൊക്കെ മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ IR റിമോട്ട് എന്നാണ് നമ്മുടെ ലൈബ്രറിയുടെ പേര്. നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾ ഇൻസ്റ്റാളും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലൈബ്രറിയുടെ കേസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അത് നമ്മളപ്പോൾ അവിടെ മാറ്റി ലൈബ്രറി മാനേജർ ഞാൻ മാറ്റുവാണ്. അപ്പം ലൈബ്രറി മാനേജർ മാറ്റാനായിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഞെക്കിയാൽ മതി, മാറി. പിന്നെ നമുക്ക് ആ ലൈബ്രറിയിൽ ഇതിനെ കോൾ ചെയ്യാം. ഹാഷ് ഇൻക്ലൂഡ് IR റിമോട്ട് .h ഉണ്ടോ? ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പുതിയ IDEയുടെ ഒരു പ്രത്യേകതയാണ് ഈ കണ്ടത്. IR റിമോട്ട് .h എന്ന് പറഞ്ഞ ഇത് നമ്മൾ റീഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊരു ക്ലാസ് വേണം. അതായത് ഇപ്പം നമ്മൾ ഈ IR റിമോട്ട് എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൽ ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ RECV എന്ന് പറഞ്ഞ IR റിസീവ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു കൺസ്ട്രക്ടറാണ്. അപ്പോൾ കൺസ്ട്രക്ടറായിട്ട് നമുക്ക് പിന്ന് കൊടുക്കണം. പിൻ നമ്മൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഹാഷ് ഡിഫൈൻ പിൻ. അപ്പോൾ പിന്നായിട്ട് നമ്മൾ കൊടുത്ത A0 ആണ്. നമ്മൾ ജസ്റ്റ് പിന്നെന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റായി എന്ന് വെച്ചാൽ നമ്മുടെ IR A0 ആയിട്ട് A0 എന്ന് പറയുന്ന പിന്നുമായിട്ട് നമ്മുടെ ഇൻഫ്രാറെഡ് റിസീവർ TSOP കണക്റ്റ് ആക്കാനായിട്ടാണ് ഇത്രയും കൊടുക്കുന്നത്. ഇനി നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിളും കൂടെ വേണം. ഡീകോഡ് റിസൾട്ട്സ് എന്നാണ് ആ ഡാറ്റ സ്ട്രക്ചറിന്റെ പേര്, അല്ല ഡാറ്റ ടൈപ്പിന്റെ പേര്. അത് ഈ IR റിമോട്ട് .h എന്ന് പറയുന്ന ആ ഒരു ഹെഡർ ഫയലിലുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ റിസൾട്ട് എന്ന് ജസ്റ്റ് കൊടുക്കുന്നു. ഇത്ര എഴുതിയത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്പൈൽ ചെയ്ത് കൊടുത്താൽ മതി. പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായിട്ടും ശരിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സീരിയൽ മോണിറ്ററിൽ കാണണം. അപ്പോൾ serial.begin
കണ്ടോ serial.begin ഒക്കെ ഒരു ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റും. 9600 എന്ന് കൊടുത്തു. ഇനി എന്താ, ഇനിയിപ്പം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എനേബിൾ ചെയ്യണം IRനെ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് IR റിസീവ്. അപ്പോൾ IR റിസീവ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ IR റിസീവ് ഡോട്ട് എനേബിൾ IR ഇൻ എന്ന് നമ്മൾ കൊടുക്കുക. അപ്പം അത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിന് നമ്മൾ ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ ഇഫ് IR റിസീവ് ഡോട്ട് ഡീകോഡ്, നമ്മൾ ജസ്റ്റ് ഡീകോഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഡീകോഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആംപ്രസൻറ്റ് എന്താ ഈ റിസൾട്ട് കൊടുക്കുക. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് IR.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ റിസൾട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ റിസൾട്ട് കിട്ടും. IR റിസീവ് ഡോട്ട് ഡീകോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സിഗ്നലിനെ ഡീകോഡ് ചെയ്ത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ടൈപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ റിസൾട്ട് കാണണമെന്ന് കരുതുക. അപ്പോൾ നമുക്ക് കാണണം സീരിയൽ ഡോട്ട് പ്രിന്റ് ln. നമുക്ക് റിസൾട്ട് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ റിസൾട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. റിസൾട്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ ഇത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഇനിയിപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. വീണ്ടും ആ റിസൾട്ട് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നത് IR റിസീവ് ഡോട്ട് റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് റെസ്യൂം കോൾ ചെയ്യുന്നു. നമുക്കൊരു ചെറിയ ഡിലേ കൊടുക്കാം, ഒരു 1/2 സെക്കൻഡ് ഡിലേ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എൻ്റെ Arduino പ്ലഗ് ചെയ്യുവാണ്. പ്ലഗ് ചെയ്തു, ഇവിടെ ലൈറ്റ് കളിഞ്ഞിട്ടുണ്ട്. ടൂൾസിൽ പോകുന്നു, ബോർഡ് സെലക്ട് ചെയ്യുന്നു, പോർട്ടും സെലക്ട് ചെയ്യുന്നു. അതങ്ങനെ നോർമലായിട്ട് തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കമ്പൈൽ ചെയ്തു, അപ്ലോഡായി, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സീരിയൽ മോണിറ്റർ നോർമൽ ടോപ്പ് റൈറ്റിൽ തന്നെയാണ്. ടോപ്പ് റൈറ്റിലെ സീരിയൽ മോണിറ്റർ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ ID ആയതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്ലിക്ക് ചെയ്തു, ഒന്നില്ല, ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഞെക്കി നോക്കാം. ഞാൻ 1 ഞെക്കി. ഓക്കെ, 1 ഞെക്കിയപ്പോൾ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഒന്നുകൂടി 1 ഞെക്കി, അതേ വാല്യൂ വന്നിട്ടുണ്ട്. 2 ഞെക്കി, ഒരു വാല്യൂ വന്നു. ഒന്നുകൂടി 2 ഞെക്കി, ഒരു വാല്യൂ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ എനിക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ടിനെ എനിക്ക് വേണമെങ്കിൽ ഹെക്സ ഡെസിമൽ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയൽ മോണിറ്ററിൻ്റെ അവിടെ ജസ്റ്റ് ഹെക്സയിൽ കാണാൻ നമുക്കൊരു രസമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹെക്സ് എന്നിട്ടാൽ മതി. സീരിയൽ മോണിറ്ററിൽ അത് സീരിയൽ ഡോട്ട് പ്രിൻ്റലിൻ്റെ ഫീച്ചറാണ്. ഹെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെക്സിൽ കാണാൻ പറ്റും. ഹെക്സിലിട്ടാലും വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് എന്തുവാ കാണുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ ഹെക്സിൽ കൊടുത്തു. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ സീരിയൽ മോണിറ്റർ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി 1 ഞെക്കാം. 1 ഞെക്കി. അപ്പോൾ 1FE അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ 1ൻ്റെ വാല്യൂ. ഒന്നുകൂടി 1 ഞെക്കി. ഈ FFFF അതൊരു ഫേക്ക് വാല്യൂ ആണ്, നമ്മൾ നോക്കേണ്ടത്. അത് എന്ത് ഞെക്കിയാലും വരുന്നതാണ്. 2 ഞെക്കി, വീണ്ടും 2 ഞെക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 1ൻ്റെ വാല്യൂ ഞാൻ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാം. കാരണം എനിക്ക് ഇനി ഇത് ആവശ്യമുണ്ട്. ഇത്രയേ ഉള്ളൂ ഇത് ഡീകോഡ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ കണ്ടീഷൻസ് കൊടുത്താൽ മതി. അപ്പം 1ൻ്റെ വാല്യൂ ഞാൻ ഇവിടെ ഇട്ടു. ഈ 2യുടെ വാല്യൂവും കൂടെ ഞാൻ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. 2യുടെ വാല്യൂ ഞാൻ ഈ പറയുന്ന പോലെ ഒന്നുകൂടി ഇവിടെ ഇട്ടു. എന്നിട്ട് എനിക്കൊരു ഇത് വെച്ചിട്ട് എനിക്കൊരു ബസറും LED കണക്ട് ചെയ്യണമെന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഹാഷ് ഡിഫൈൻ ബസർ. അപ്പോൾ ബസർ ഞാൻ 12 കൊടുത്തു. ഹാഷ് ഡിഫൈൻ. ഇനി ഇപ്പം ഉള്ളത് LED ഞാൻ 11 കൊടുത്തു. ഓക്കെ, പിന്നെ കൊടുത്ത സ്ഥിതിക്ക് തന്നെ നമുക്കിത് കണക്ട് ചെയ്തേക്കാം. ഞാനൊരു LED എടുത്തു. LEDയുടെ നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് എന്താ ഈ പറയുന്ന പോലെ അങ്ങോട്ട് കണക്ട് ചെയ്യുവാണ്. നെഗറ്റീവ് ടെർമിനൽ എടുത്ത് കൊടുത്തു, പോസിറ്റീവ് ഇങ്ങോട്ടും കൊടുത്തു, കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, ഇവിടെ അങ്ങനെ നെഗറ്റീവും പോസിറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു നടുക്കത്തെ പോയിന്റിലേക്ക് വെക്കുവാണ് ബസർ. LEDയുടെ പോസിറ്റീവ് നേരെ ഞാൻ എടുത്തിട്ട് കുത്താൻ പോകുന്നത് നമ്മൾ കൊടുത്ത പിന്നെ 11 ആയിരുന്നു. 11ലേക്ക് കുത്തി. അതേപോലെ ഇതിൻ്റെ പോസിറ്റീവ് എടുത്ത് ഞാൻ കുത്താൻ, ബസറിൻ്റെ പോസിറ്റീവ് ഞാൻ കുത്താൻ പോകുന്നത് ഈ പറയുന്ന പോലെ 11ലേക്കാണ്. അല്ല സോറി 12ലേക്കാണ്. 12 കുത്തി. ഇനി ബസറിനൊരു നെഗറ്റീവ് ടെർമിനലും കൂടെ ഉണ്ട്. ആ നെഗറ്റീവ് ടെർമിനലും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തു, ഗ്രൗണ്ടിൽ കുത്തി. കണക്ഷൻസ് ഓക്കെയാണ്. ഇനിയിപ്പം വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ ബസർ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പം ഓക്കെ 12 തന്നെ കുത്തി. ഇപ്പം നമ്മുടെ സർക്യൂട്ട്സ് ഒക്കെ സെറ്റായി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ 1-2 ലൈനും കൂടെ കഴിഞ്ഞാൽ തീരും. അപ്പം നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും 2 ഡിവൈസുകൾ കണക്ട് ചെയ്താൽ ഉടനെ പിൻ മോഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, പിൻ മോഡ്. അപ്പോൾ ഈ പിൻ മോഡിന് പകരമാണ് കേട്ടോ IR.enable IR in എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വിളിച്ചത്. അപ്പോൾ പിൻ മോഡിൻ്റെ ഉള്ളിൽ നമ്മൾ ബസർ കൊടുക്കുക. ബസർ ഔട്ട്പുട്ട്. ഇനി LED കൂടെ കൊടുക്കാം. പിൻ മോഡ് LED ഔട്ട്പുട്ട്. ഓക്കെ, രണ്ടും നമ്മൾ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടീഷൻ നോക്കുവാണ്. ഇഫ് എന്താ നമ്മുടെ കണ്ടീഷൻ? നമുക്ക് ഈ റിസൾട്ട് ഡോട്ട് വാല്യൂ. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഡോട്ട് വാല്യൂ റിസൾട്ട് ഡോട്ട് വാല്യൂ ഈക്വൽ ടു 0x. 0x എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇനി എഴുതാൻ പോകുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. നമ്മൾ ആദ്യം കിട്ടിയ കീ കൊടുക്കുന്നു 1FE. അത് നമ്മൾ കൊടുത്തിട്ട് അത് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ കയ്യിലുള്ള ബസറിൻ്റെ സ്റ്റേറ്റ് മാറണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് രണ്ടും ഒന്ന് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ബൂൾ ബസർ സ്റ്റേറ്റ് ഈക്വൽ ടു 0, LED സ്റ്റേറ്റ് ഈക്വൽ ടു 0. LED സ്റ്റേറ്റും ബസർ സ്റ്റേറ്റും ഞാൻ ഉണ്ടാക്കി, 2 0 ആയിട്ട് കൊടുത്തു. ഇനി ബസർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവണം. എന്താ ബസർ സ്റ്റേറ്റ് ചേഞ്ച് ആയിട്ട് എങ്ങോട്ടാവണം? ബസർ സ്റ്റേറ്റ് ഈക്വൽ ടു നോട്ട് ബസർ സ്റ്റേറ്റ്. ബസർ സ്റ്റേറ്റ് എന്താണോ അതിന് വിപരീതമാവണം. ഇനി വേണമെങ്കിൽ ആ ബസർ സ്റ്റേറ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പിൻ മോഡ് ബസർ ഈ പറയുന്ന പോലെ ബസർ സ്റ്റേറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് ഇഫ് ഉണ്ടാക്കണം. ഇപ്പോൾ എൽസ് ഇഫ് ഞാനിങ്ങനെ എൽസ് ഇഫ് മറ്റേത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വാല്യൂ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ എടുക്കുക. ആ വാല്യൂ എടുത്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വാല്യൂ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. 0x ആ AF കളഞ്ഞു. അപ്പം ഓക്കെ, ഈ വാല്യൂ തന്നെയാണ് 1FED827. 1FED827. എന്നിട്ട് നമ്മൾ ബസർ സ്റ്റേറ്റിന് വരെ LED സ്റ്റേറ്റ് ആക്കി. LED സ്റ്റേറ്റ്. ഓക്കെ, LED സ്റ്റേറ്റ്. അതുപോലെ ബസർ സ്റ്റേറ്റ് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. LED സ്റ്റേറ്റ് ആയിട്ട് LED, LED സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണ്. ചിലപ്പോൾ എന്തെങ്കിലും ബഗ് ഉണ്ടാവും. ബഗ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്താണ് ബഗ്? ഓക്കെ, ഒന്നുമല്ല, പിൻ മോഡിൻ്റെ അതാണ് ആദ്യം ഉണ്ടായ ബഗ്. ക്യാപിറ്റലായി പോയി. ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്ലോഡ് ചെയ്യാം. അപ്ലോഡിങ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നിലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മണ്ടത്തരം എനിക്ക് പറ്റി. ഒന്നുമല്ല, നമ്മളിവിടെ പിൻ മോഡാണ് കൊടുത്തത്. പിൻ മോഡിന് വരെ നമുക്ക് കൊടുക്കാൻ ഡിജിറ്റൽ റൈറ്റ് ആയിരുന്നു. ഓക്കെ, അതായിരുന്നു നമ്മുടെ ബഗ്. ജസ്റ്റ് ഡിജിറ്റൽ റൈറ്റ് ആക്കി അപ്ലോഡ് ചെയ്യാം. സോറി, ചെറിയൊരു ബഗ് പറ്റി. അത് ശ്രദ്ധിക്കാതെ പറ്റിയത്, നമുക്കെപ്പോഴും പറ്റുന്നതാണ്. ജസ്റ്റ് ഓക്കെ, അപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിയേക്കാം. ഒന്നിയേക്കിയപ്പോൾ ബസർ ഓൺ ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നിയേക്കി, ബസർ ഓഫായി. 2 ഞെക്കി, LED ഓണായി. ഒന്നുകൂടി 2 ഞെക്കി, LED ഓഫായി. ഈ ബഗ് ക്ഷമിക്കണം, ചെറിയൊരു അബദ്ധം. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനെ പറ്റിയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നിന്നൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.